ദേഹിയും ആത്മാവും എന്ന ടൈറ്റിലിൽ ക്രിസ്ത്യൻ സെലീറ്റ് ചെയ്യുന്ന ഈ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിശുദ്ധ വേദപുസ്തകത്തിലെ അനേക പദപ്രയോഗങ്ങൾ ഒരുപാട് പേർക്കും എന്ന് പറഞ്ഞാൽ ബഹുഭൂരിപക്ഷത്തിനും പലപ്പോഴും പെട്ടെന്ന് മനസ്സിലാകുന്നില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ട് മനസ്സിലായി എന്ന് നമ്മുടെ മനസ്സിനെ പറഞ്ഞ് നമ്മളങ്ങ് വിശ്വസിപ്പിക്കും. We try to convince our minds that we know it or we have understood it. Well, that's a very dangerous point. ഒരു കാര്യം മനസ്സിലാകാതിരിക്കെ എന്തെങ്കിലുമൊക്കെ സങ്കല്പിച്ച് കണ്ടിട്ട് അതാണ് ശരിയെന്ന് ചിന്തിച്ചിട്ട് മനസ്സിനെ അത് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇന്നർ കോൺഷ്യൻസ് പറയുന്നത് അങ്ങനെ അല്ല, അത് നിന്റെ ധാരണയാണ്, നീ അങ്ങനെ ചിന്തിക്കുന്നതാണ്, അത് അങ്ങനെ ആയിരിക്കത്തില്ല, അറിയാവുന്ന ആരുടെങ്കിലും പോയി ചോദിക്കണം. പക്ഷെ നമ്മളുടെ ആ ഒരു സെൻസ് ഓഫ് പ്രൈഡ് ഉണ്ടല്ലോ, എനിക്ക് ബൈബിളെല്ലാം അറിയാം, എനിക്ക് മനസ്സിലാകത്തൊന്നുമില്ല, എനിക്ക് അറിഞ്ഞാൽ നല്ലപോലെ മനസ്സിലാകും, ഇല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് എനിക്ക് നേരിട്ട് വെളിപ്പെടുത്തി തരും എന്നൊക്കെയുള്ള ആ ഒരു ധാരണ കാരണം ഈ അറിവുള്ള ആരുടെങ്കിലും അടുത്ത് പോയി സംശയ നിവാരണം വരുത്തുന്നതിന് വേണ്ടി ഒരു വലിയ ഭൂരിപക്ഷം തയ്യാറാകുന്നില്ല. അതുകൊണ്ടാണ് തെറ്റായ ധാരണകളും അഭിപ്രായങ്ങളും തെറ്റായ വ്യാഖ്യാനങ്ങളും വിശുദ്ധ വേദപുസ്തകത്തെ പറ്റി ധാരാളം നമ്മുടെ സമൂഹത്തിൽ വ്യാപിക്കുന്നത്. ക്രിസ്ത്യൻ സെലീറ്റ് അങ്ങനെയുള്ള ചില ടോപ്പിക്സ് പലപ്പോഴൊക്കെ ഹൈലൈറ്റ് ചെയ്യാറുണ്ട്. എന്ന് പറയുന്നത് കാരണം അതെല്ലാം ഹൈലൈറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, പക്ഷെങ്കിൽ ഓൾറെഡി എനിക്ക് എൻ്റെ സ്റ്റുഡൻസ് ഉണ്ടല്ലോ, 7 ദിവസം അവരുടെ ക്ലാസ്സുകളുണ്ട്. അതിനുവേണ്ടി ലെസൺസ് പ്രിപ്പയർ ചെയ്യുന്നതുകൊണ്ട് പബ്ലിക്കിന് വേണ്ടി ഇത്തരം വീഡിയോസ് ചെയ്യാൻ ഒരുപാട് സമയം കിട്ടത്തില്ല. അതുകൊണ്ട് സ്റ്റുഡൻസ് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ഫുൾ ടൈം ഞാൻ പബ്ലിക്കിന് വേണ്ടി അത് മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ അങ്ങനെയുള്ള ടോപ്പിക്സ് പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടിരിക്കാമായിരുന്നു. ഇപ്പം ദേഹം, ദേഹി, ആത്മാവ്, ഇത് നമ്മൾ ഡിഫറൻസ് എന്ന ടോപ്പിക്സ് ആണ്, നമ്മൾ വ്യത്യാസം എന്ന ടോപ്പിക്സ് ആണ് ഇവിടെ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ അതിന് ഇച്ചിരി പുറമോട്ട് പോയി ചില കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കണം. ഒന്നാമത്തെ കാര്യം, ഈ ബൈബിൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആണ്, ഭയങ്കര കോംപ്ലക്സ് ആണ്, മൾട്ടിഫെസൈറ്റഡ് ആണ്, അത് ഭയങ്കര ആശയമാണ്, അല്ലെങ്കിൽ ആമാശയമാണ്. ഇത് സാറിനെക്കൊണ്ടൊന്നും മനസ്സിലാകത്തില്ല. ഞങ്ങളെപ്പോലെ അമേരിക്കയിലും ബ്രിട്ടനിലും കാനഡയിലും ഓസ്ട്രേലിയയിലും ഒക്കെ പോയി വലിയ വലിയ യൂണിവേഴ്സിറ്റി പഠിച്ച് വലിയ പണ്ഡിതന്മാരുണ്ടല്ലോ, ഇതിലും പറഞ്ഞുകൊണ്ട് വെട്ട്, കത്തി, ഉരൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാകാത്ത കുറേ വാക്കുകൾ എടുത്ത് കട്ടിച്ച് പിടിച്ച് സംസാരിക്കുന്ന, അല്ലെ കുറെ ഇംഗ്ലീഷ് വാക്കുകൾ ചടപടാന്ന് പറയുന്ന, അല്ലെങ്കിൽ പിന്നെ ഇതെല്ലാം ഗ്രീക്കാന്ന് പറയുന്ന കുറെ പണ്ഡിതന്മാരുണ്ട്. എൻ്റെ ഭാഷയിൽ ഞാൻ അവരെ ഈ സെൽഫ് ഡിക്ലെയർഡ് സ്കോളേഴ്സ് നിന്നും അല്ലെങ്കിൽ പ്രിറ്റൻഡഡ് സ്കോളേഴ്സ്, അഭിനവ ബുദ്ധിജീവികൾ എന്നേ പറയത്തുള്ളൂ. കാര്യം വിശുദ്ധ വേദപുസ്തകത്തിന്റെ ഒന്നാമത്തെ പ്രത്യേകത, ഇറ്റ് ഈസ് സോ സിമ്പിൾ. ഏറ്റവും അൺഎഡ്യൂക്കേറ്റഡ് ആയ മനുഷ്യന് പോലും മനസ്സിലാക്കാൻ കഴിയും. ഇനി ഒരാൾ ഇല്ലിറ്ററേറ്റ് ആണ്, അക്ഷരം അറിയത്തില്ല, അക്ഷരം അറിയാത്ത ആളിന് പോലും അത് കേൾക്കുമ്പോൾ, ഒരാൾ വായിച്ച് കേൾക്കുമ്പോൾ പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയും. അത്ര ലളിതമാണ് വിശുദ്ധ വേദപുസ്തകം. പക്ഷെ അതിന് വേറൊരു സൈഡുണ്ട് കേട്ടോ. ഞാൻ വലിയ സ്കോളറാണ്, മറ്റേ ഇണ്ടന്തുരത്തിലെ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കണ്ടകടിച്ചാണ് എല്ലാം പഠിച്ചാന്നും പറഞ്ഞ് വേദപുസ്തകത്തെ സമീപിച്ചാൽ ഒരു കുന്തോ മനസ്സിലാകത്തില്ല, ഒരു വകയും മനസ്സിലാകത്തില്ല. ഇതാണ് ഇതിൻ്റെ ഒരു സെൽഫ് കോൺട്രഡിക്ഷൻസ് നമുക്ക് പറയാവുന്ന, സെൽഫ് കോൺട്രഡിക്ഷൻ അല്ല എന്ന് പറയാവുന്ന കാര്യം. കാരണം വലിയ വലിയ സ്കോളേഴ്സിന് ഒരു കുന്തോ മനസ്സിലാകത്തില്ല, പക്ഷെ സാധുക്കൾക്ക് നല്ലതുപോലെ മനസ്സിലാകും. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ എൻ്റെ റീസൺ പറഞ്ഞു. കാര്യം തൻ്റെ കൂടെയുള്ള വളരെ സാധാരണക്കാരായ അൺഎഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ശിഷ്യന്മാരല്ലേ, അവർക്ക് എല്ലാം പറഞ്ഞു കൊടുക്കുമ്പം അവർ പറഞ്ഞു വി അണ്ടർസ്റ്റാൻഡ് എവ്രിതിങ്. അപ്പം നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പിതാവിന് സ്തോത്രം ചെയ്തു പറഞ്ഞു, പിതാവേ, അങ്ങക്ക് ഇങ്ങനെയാണല്ലോ ഇഷ്ടം തോന്നിയത്, ജ്ഞാനികൾക്കും വിവേകികൾക്കും ഇത് മറച്ചു വെച്ചിട്ട് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുവാൻ അങ്ങേക്ക് ഹിതമായല്ലോ. ശിശുക്കൾ എന്ന് പറഞ്ഞാൽ ആ ശിഷ്യന്മാരെല്ലാം ഈ കുപ്പിപ്പാൽ കുടിച്ചോണ്ടിരിക്കുകയെന്നല്ല, അറിവിൽ ശിശുക്കളാണ് എന്ന ബോധത്തോടുകൂടി വിനയത്തോടുകൂടി ദൈവസന്നിധിയിൽ നിന്നപ്പോ അനേക സ്കോളേഴ്സ് എത്രയോ നൂറ്റാണ്ടായി ശ്രമിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെയാണ്
നല്ലതുപോലെ കർത്താവ് അവർക്ക് വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ തിരുവെഴുത്തുകളെ സമീപിക്കുന്ന നമ്മുടെ സമീപനം ഇറ്റ് ഷുഡ് ബി ആബ്സല്യൂട്ട് ഹ്യൂമിലിറ്റി ആയിരിക്കണം. തികഞ്ഞ വിനയത്തോടുകൂടി, തികഞ്ഞ താഴ്മയോടുകൂടി. സ്പിരിറ്റ് ഓഫ് ലോർഡ്, റിവീൽ ഇറ്റ് ടു മീ, ഐ കാൻറ്റ് അണ്ടർസ്റ്റാൻഡ്. സ്പിരിറ്റ് ഓഫ് ലോർഡ്, ദൈവത്തിന്റെ ആത്മാവേ, എനിക്ക് തെളിയിച്ചു തരണം, എനിക്കിത് മനസ്സിലാകത്തില്ല, എനിക്ക് മനസ്സിലാകാനുള്ള ബുദ്ധിയില്ല എന്നുള്ള പ്രാർത്ഥനയുടെ മനോഭാവത്തോടെ ആയിരിക്കണം ഇത്തരം ടോപ്പിക്സ് നമ്മൾ സമീപിക്കേണ്ടത്. ഇനി ഞാൻ പറയാൻ പോകുന്ന രണ്ടാമത്തെ കാര്യം, വിശുദ്ധ വേദോസവും നമ്മളും തമ്മിൽ ഒരു 2000 years ഡിസ്റ്റൻസ് ഉണ്ട്. 2000 years ഡിസ്റ്റൻസ് ഉണ്ട്. 2000 വർഷം മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യർ, അവർക്ക് മനസ്സിലാകാവുന്ന അവരുടെ ഒരു റിലിജിയസ്, സോഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. ആ ബാക്ക്ഗ്രൗണ്ടിൽ പെട്ടെന്ന് ഡൈജസ്റ്റ് ആകാവുന്നതായ പദപ്രയോഗങ്ങളും അതുപോലെ ഭാഷാപ്രയോഗങ്ങളും അതുപോലെ ഗ്രമാറ്റിക്കാലിറ്റി എന്ന് പറഞ്ഞാൽ വ്യാകരണ പ്രയോഗങ്ങളും ഒക്കെ കൊണ്ട് സമൃദ്ധമായ ഒരു ആലാപന രീതിയാണ് വിശുദ്ധ വേദപുസ്തകത്തിൻ്റെത്. 2000 വർഷം മുമ്പുള്ളതാണ്. അത് അതുപോലെ ഇന്ന് നിലനിൽക്കുന്നില്ല. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, അനേക ഭാഷാന്തരങ്ങൾ കൂടെയാണ് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ കോപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ ഉള്ളത്. ഈ ഭാഷാന്തരങ്ങൾക്കിടയിൽ ചില ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട്. നിശ്ചയമായി ചില ഗ്യാപ്പ് ഉണ്ടായിട്ടുണ്ട് ഭാഷാന്തരങ്ങൾക്കിടയിൽ. അപ്പം അത് ഒരു പ്രധാന പ്രോബ്ലമാണ്. കാരണം ലോകത്തിലെ ഒരു പുസ്തകം ഒരാൾക്കും ഒറിജിനലിൽ നിന്ന് 100% ആശയം അബ്സോർബ് ചെയ്തുകൊണ്ട് എടുത്തുകൊണ്ട് പരിഭാഷയിൽ പ്രതിഫലിപ്പിക്കാൻ പറ്റത്തില്ല. അത് ഭാഷകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഭാഷകളും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. ഇനിയും കൾച്ചറൽ ഡിഫറൻസ് ഉണ്ട്. ഒരു കൾച്ചറിൽ ഉദ്ദേശിക്കുന്ന കാര്യം വേറൊരു കൾച്ചറിൽ നമുക്ക് പറയാൻ പോലും പറ്റത്തില്ല. അത്രയും ഡിഫറൻസ് ഉണ്ട്. അപ്പൊ എന്തെന്നറിയാമോ, ഒരു കൾച്ചറിൽ അവർ വളരെ ബ്ലണ്ടായിട്ട് പറയുന്ന കാര്യങ്ങൾ മറ്റൊരു കൾച്ചറിൽ അങ്ങനെ പറയാൻ പറ്റത്തില്ല. അപ്പൊ അതിന് എന്തെന്ന് പറയുമ്പോൾ യൂഫമിസം എന്ന് പറയുന്ന ടെർമിനോളജി, യൂഫമിസം ഒരു ഗ്രാമാറ്റിക്കൽ ടെർമിനോളജി. യൂഫമിസം എന്ന് പറഞ്ഞാൽ അവിടെ ഇത് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, പക്ഷെ അതുപോലെ ഇവിടെ പറഞ്ഞാൽ പ്രോബ്ലമാണ്. അപ്പൊ നമ്മൾ അതിനെ പൊതിഞ്ഞ് സംസാരിക്കും. അതാണ് യൂഫമിസം എന്ന് പറയുന്നത്. പക്ഷെ യൂഫമിസം പലപ്പോഴും അർത്ഥമേ മാറ്റിക്കളയും. നമ്മുടെ ഒരു വലിയ പ്രോബ്ലം ഈ ഇംഗ്ലീഷ് ലാംഗ്വേജിനാണല്ലോ നമ്മളെപ്പോഴും ഇംഗ്ലീഷിനെയാണല്ലോ ആശ്രയിക്കുന്നത്. അപ്പൊ ഇംഗ്ലീഷിൽ ഒരുപാട് യൂഫമിസ്റ്റിക് ടെർമിനോളജി ഉണ്ട്, ഒരുപാട് യൂഫമിസ്റ്റിക് ടെർമിനോളജി ഉണ്ട്. അപ്പൊ ഈ യൂഫമിസ്റ്റിക് ടെർമിനോളജി അത് ഒറിജിനലിലെ അർത്ഥം തരുന്നില്ല. പലപ്പോഴും ഒറിജിനൽ അങ്ങനല്ല ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൽ ബേസിക് ആയ കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. 1-2 ബേസിക് കൂടെ പറയാനുണ്ട് കേട്ടോ. അപ്പം ദ നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് ഈ നമുക്ക് പലപ്പോഴും കാര്യങ്ങൾ മനസ്സിലാക്കാം. ഞാൻ എപ്പോഴും പറയാറുണ്ടല്ലോ, ജെനിസിസ്, എറ്റിമോളജി, മൊറാലിറ്റി ആൻഡ് ഡെസ്റ്റിനി എന്ന്. ജെനിസിസ് കാര്യങ്ങളുടെ ആരംഭത്തിലേക്ക് പോകണം. ആരംഭത്തിൽ പോയെങ്കിൽ മാത്രമേ അവിടെ എന്തായിരുന്നു പറഞ്ഞത്, ഉദ്ദേശം അറിയത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇവിടുത്തെ ചർച്ചാ വിഷയം മനുഷ്യൻ എന്നുള്ളതാണ്. മനുഷ്യനെ ബൈബിൾ എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? Man is a spirit. He has a soul. He lives in a body. മനുഷ്യൻ ഒരു ആത്മാവാണ്, അവനൊരു ദേഹി ഉണ്ട്, അവനൊരു ശരീരത്തിൽ ജീവിക്കുന്നു. മനുഷ്യനൊരു ആത്മാവാണ്, മനുഷ്യനൊരു ദേഹിയുണ്ട്, അവനൊരു ശരീരത്തിൽ ജീവിക്കുന്നു. ഇതാണ് ബൈബിൾസ് ഡെഫിനേഷൻ ഓഫ് ദ വേർഡ് ഹ്യൂമൻ ബീയിങ്സ്. മനുഷ്യൻ എന്ന ആ സൃഷ്ടിയെ പറ്റി, ആ ജീവിയെ പറ്റി വേദപുസ്തകത്തിന്റെ ഡെഫിനേഷൻ ഇതാണ്. അപ്പൊ ഇനിയും ഞാൻ പറയുന്നൊരു കാര്യം കേട്ടോളെ. അപ്പൊ നിങ്ങൾ ചോദിച്ചപ്പോൾ ഇതെല്ലാം വളരെ സിമ്പിളാന്ന് പറഞ്ഞിട്ട് ബാബുവും കോംപ്ലിക്കേറ്റഡ് ആക്കുകയാണോ? അല്ല. ഇപ്പം ഇതൊക്കെ
പൊരുൾ തിരിച്ച് നമുക്ക് പറഞ്ഞു തരുന്നതിന് വേണ്ടി ഇതൊക്കെ നല്ലപോലെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള അധ്യാപകരുണ്ട്, ധാരാളമുണ്ട്. നമ്മളായിട്ട് വായിച്ച് ഒരു മണ്ടനാശയത്തിൽ ചെന്ന് കലാശിച്ചിട്ട് ആ മണ്ടനാശയം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൂടെ നമ്മൾ വഴിതെറ്റിക്കാനൊക്കെ നല്ലത്. ബെറ്റർ ഗോ ടു സച്ച് പീപ്പിൾ ഹു നോ വാട്ട് ഈസ് വാട്ട് ആൻഡ് വിച്ച് ഈസ് വിച്ച്. ഇപ്പം എൻ്റെ ഈ ചാനൽ വന്ന് ഒരുപാട് പേരും സംശയങ്ങൾ ചോദിക്കാറുണ്ട്. സർ, ഇന്ന ടേമിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞ്, ഇന്ന വേർഡിൻ്റെ അർത്ഥം പറഞ്ഞാൽ ഇന്ന എന്താണെന്ന് പറഞ്ഞു തരാമോ? എല്ലാം ഒന്നും എനിക്ക് ഇതുവരെ പറഞ്ഞു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ പറഞ്ഞില്ല, ഞാൻ എൻ്റെ ക്ലാസ്സുകളിലോട്ട് തിരക്കാണ്. ബട്ട് ഇനിയിപ്പോൾ ഞാൻ കുറച്ച് ടൈം കൂടെ പബ്ലിക്കിന് വേണ്ടി മാറ്റി വെക്കാൻ ഉദ്ദേശിക്കുന്നത്. വേദപുസ്തകം വായിക്കുമ്പോൾ ചില ടെർമിനോളജി നമുക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. അങ്ങനെയുള്ള നിങ്ങൾ ഈ താഴെ വന്ന് കമൻറ്റ് ഇട്ടാൽ മതി. താഴെ വന്ന് കമൻറ്റ്, അല്ലെ എന്നെ വിളിച്ച് പറയാം. എൻ്റെ ടെലിഫോൺ നമ്പർ വീണ്ടും ഇവിടെ കൊടുക്കുന്നുണ്ട്. വിളിച്ച് ചോദിക്കാം, സാർ ഇതിൻ്റെ അർത്ഥം ഒന്ന് പറഞ്ഞുതരാമോ? നിങ്ങൾക്ക് പേഴ്സണലായിട്ട് 1-2 വാക്കി പറഞ്ഞു തരാനുള്ളെങ്കിൽ ഞാൻ അന്നേരം പറഞ്ഞുതരാം. അല്ല, അതിനെപ്പറ്റി വീഡിയോ ചെയ്ത് പബ്ലിക്കിന് അറിയേണ്ടതാണെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാം. പക്ഷെ നമുക്കൊന്നും ക്ലിയർ ചെയ്യണ്ടായോ? അപ്പോൾ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അന്വേഷിച്ച് പോകാതെ എപ്പോഴും ഒരു നല്ല അധ്യാപകനെ ആശ്രയിക്കുന്നതായിരിക്കും അത് വളരെ ആശാവഹമായ കാര്യം. നമ്മൾ ഇനിയും ഇങ്ങോട്ട് വരാൻ പോവാണേ. മാൻ ഈസ് എ സ്പിരിറ്റ്. മനുഷ്യനൊരു ആത്മാവാണ്. ഹി ഹാസ് എ സോൾ. അവൻ്റെ ദേഹിയുണ്ട്. ഹി ലിവ്സ് ഇൻ എ ബോഡി. ഒരു ശരീരത്തിൽ അവൻ ജീവിക്കുന്നു. അപ്പം എന്ന് പറയുമ്പം ഈ 3 ടയർ കോമ്പിനേഷൻ ഉണ്ടല്ലോ, ഈ 3 ടയർ കോമ്പിനേഷൻ എങ്ങനെ നിലവിൽ വന്നു എന്നാണ് നമുക്ക് ആദ്യം പഠിക്കേണ്ടത്. അത് കഴിഞ്ഞ് നമ്മളതിനെ ബൈഫർക്കേറ്റ് ചെയ്യും. ആദ്യം ഈ 3 ടയർ കോമ്പിനേഷൻ എങ്ങനെയാണ് നിലവിൽ വന്നത്, പിന്നെ നമുക്കിതിനെ എങ്ങനെ ഒന്ന് പൊരുത്തിരിച്ച് ഒന്ന് ബൈഫർക്കേറ്റ് ചെയ്ത് ഒന്നൊന്നായിട്ട്. അതിന് നമുക്ക് ഡെഫിനറ്റ്ലി we have to go back to the original Hebrew language. ഒറിജിനൽ ഹീബ്രു ലാംഗ്വേജിലേക്ക് നമുക്ക് പോകണം. കാരണം 3 പേര് കൂടിയുള്ള സംഭാഷണമുണ്ട്. 3 people in a serious discussion. ആ സീരിയസ് ഡിസ്കഷന്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന എൻ പ്രോഡക്റ്റ് ആണ് ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത്. അല്ല, ഇങ്ങനെ ആംഗ്യം കാണിക്കുകയല്ല, അവർ സംസാരിക്കുക. ആ സംസാരിക്കുന്ന ആ ഡയലോഗ് ഉണ്ടല്ലോ, ഡിസ്കഷൻ. ആ ഡിസ്കഷന്റെ എൻ പ്രോഡക്റ്റ് ആണ്, ഡിസ്കഷൻ കഴിഞ്ഞപ്പോൾ ഉണ്ടായതാണ് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ 2 ഷെഫ്സ് കൂടി ഇരുന്ന് അവർക്ക് കുറേ വിഭവങ്ങൾ കിട്ടി. അപ്പൊ നമുക്ക് എന്തുണ്ടാക്കാം? ഇതുകൊണ്ട് നല്ലൊരു ആഹാര പദാർത്ഥം ഉണ്ടാക്കണം. അപ്പോൾ ആദ്യം ഇതെല്ലാം എടുത്തു വെച്ച് ഇന്ന പ്രപ്പോർഷനിൽ ഇന്നതൊക്കെ ചേർത്താൽ നമുക്ക് ഇന്നൊരു വിഭവം ഉണ്ടാക്കാം. അപ്പോൾ അവരുടെ ഡിസ്കഷൻ്റെ എൻ പ്രോഡക്റ്റ് ആയിരിക്കും ആ വിഭവം. അവർ തീയലായിരിക്കും, അല്ലെങ്കിൽ അവിയലായിരിക്കും, സാമ്പാറായിരിക്കും, തോരനായിരിക്കും, അല്ലെങ്കിൽ എന്തുമായിക്കോട്ടെ, അവരുടെ ഡിസ്കഷൻ്റെ എൻ പ്രോഡക്റ്റാണ്. ഇങ്ങനെ നമ്മൾ മനുഷ്യന്റെ സൃഷ്ടി ഒന്ന് നോക്കുകയും പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവ് ദൈവം, ഇവരുടെ 3 പേരുടെ ഡിസ്കഷന്റെ ഫലമായിട്ട് ദേ അറൈവ് അറ്റ് എ കൺക്ലൂഷൻ. എന്നിട്ട് പറയുന്നു, വരുവീൻ, നാം ഇറങ്ങി വന്ന് മനുഷ്യനെ സൃഷ്ടിക്കാം, നമ്മുടെ രൂപത്തിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കാം. അപ്പം വരുവീൻ, നാം ഇറങ്ങി വരുന്നവരുമ്പോൾ നാം അതിൻ്റെ കൂടെ അവിടെ ഒരു പ്ലൂറാലിറ്റി ഓഫ് പേഴ്സൺസ് ഇല്ലേ? 1-2 ആളുകൾ സംസാരിക്കുമ്പോൾ വരുവീൻ നാം എന്ന് പറഞ്ഞാൽ കം ലെറ്റ്സ് ഗോ എന്ന് പറയുന്നത് അതേ ടെർമിനോളജിയാണ്. ലെറ്റ്സ് ഗോ എന്ന് പറഞ്ഞ് അവരിറങ്ങി വരികയാണ്. അപ്പൊ അവരിറങ്ങി വരുമ്പോൾ ഈ 3 ടയർ കോമ്പിനേഷന്റെ 3 ടയറും അവരുടെ കയ്യിലുണ്ട്. 3 ടയർ, 3 ഭാഗങ്ങളും. നമുക്ക് ഈ ടയർ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും മനസ്സിലായി. അവർ ചിലപ്പോൾ വിചാരിക്കും ഈ MRFന്റെ ടയറിന്റെ കാര്യം പറഞ്ഞാൽ അതല്ല. ടയർ, 3 ടയർ, 3 ഭാഗങ്ങൾ നമുക്കെടുക്കാം. അതിൽ ഒന്നാമത്തെ ഭാഗം തീർച്ചയായിട്ടും ഒരു ഭാഗം എന്ന് പറയുന്നത് ഈ മണ്ണ്. ഞാൻ നിങ്ങൾ കാണുന്ന ഞാനെന്ന് പറഞ്ഞാൽ മുഴുവൻ മണ്ണ. അതിനാണ് ബസാർ അല്ലെങ്കിൽ ദേഹം എന്ന് പറയുന്നത്. ബസാർ അല്ലെങ്കിൽ ദേഹം എന്ന് പറയുന്നത്. ഈ ബസാർ അല്ലെങ്കിൽ ദേഹം എന്നുള്ളത് ദൈവം തന്റെ വിരൽ കൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതാണ്. അപ്പൊ അതിങ്ങനെ ഇരിക്കും.
സ്റ്റുഡൻസിനെ കളിയാക്കാന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന മതിയെന്ന് ഇരിക്കുക. ഇതിനെന്തില്ല? ഇതിന് ജീവനില്ല, ചലനമില്ല, അനക്കമില്ല. സോ വാട്ട് ഡസ് ഗോഡ് ഡു? God breathes into his nostrils. തന്റെ മൂക്കിൽ ജീവശ്വാസം ഊതുന്നു. So man becomes a living being. ആ ലിവിങ് ബീയിങ് എന്ന് പറഞ്ഞിരിക്കുന്നിടത്ത് he becomes a നെഫെഷ് എന്നാണ്. നെഫെഷ് എന്നാണ് ഹീബ്രുവിൽ. നെഫെഷ്, നെഫെഷ്, NEFESH അല്ലെ PHESH, നെഫെഷ്. നെഫെഷ് എന്ന് പറഞ്ഞാൽ അതിനെയാണ് നമ്മൾ മലയാളത്തിൽ ദേഹി എന്ന് പരിഭാഷപ്പെടുത്തിയിരിക്കുന്നത്. ദേഹി, ദേഹമല്ല, ദേഹി. ഓക്കെ, അപ്പം വേർ ഡസ് ദ നെഫെഷ് കംസ് ഫ്രം? നെഫെഷ് എവിടുന്നാ വന്നത്? ദൈവത്തിന്റെ ശ്വാസത്തിൽ നിന്ന് മനുഷ്യനിലേക്ക് വന്നാണ് നെഫെഷ് അല്ലെങ്കിൽ മനുഷ്യന്റെ ദേഹി എന്ന് പറയുന്നത്. മനുഷ്യന്റെ ദേഹി, അതിനെ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോണേ. അതാണ് നമ്മുടെ പ്രധാന ടോപ്പിക്സ് അതാണല്ലോ. ദെൻ ദ ഫസ്റ്റ് എലമെന്റ്, ആത്മാവ്, ഇറ്റ് കംസ് ഫ്രം എൽസ്വെയർ. ഇറ്റ് കംസ് ഫ്രം എൽസ്വെയർ. ബട്ട് വൺ തിങ് ഇസ് ഷുവർ, നോട്ട് ഫ്രം ദ നെതർ വേൾഡ് ഓർ ഫ്രം ദിസ് വേൾഡ്. ഈ നെഫെഷ് എന്ന് പറയുന്നത്, സോറി, ആത്മാവ് എന്ന് പറയുന്നത് അതിന്റെ റുവാഖ് എന്ന് പറയും. റുവാഖ് അത് ഈ ഭൂമിയിൽ, ഈ ലോകത്തിൽ നിന്നുമല്ല, അധോലോകത്തിൽ നിന്ന്, ഭൂമിക്ക് അടിയിൽ നിന്ന്, പാതാളത്തിൽ നിന്നുമല്ല, ബട്ട് ഫ്രം എ ഹൈലൈറ്റഡ് അതർ വേൾഡ്. അതിനെപ്പറ്റി സ്റ്റഡിക്ക് മെറ്റഫിസിക്സ് നമുക്ക് പറയാം. വെൽ, ഫ്രം എ ഹയർ വേൾഡ്, ഫ്രം അതർ വേൾഡ് ഇറ്റ് കംസ്. ഈ മൂന്നിൻ്റെയും കൂടെ കോമ്പിനേഷനാണ് ഇപ്പോൾ മനുഷ്യൻ. ഇനി നമ്മൾ ഈ മൂന്നും എന്തൊക്കെയാണെന്ന് തരംതിരിച്ച് പറയുമ്പോഴേ നമ്മൾക്ക് ഈ ടെർമിനോളജീസ് തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാകത്തുള്ളൂ. പലപ്പോഴും എന്തെന്നറിയാമോ, ഈ ആത്മാവ് എന്ന് പരിഭാഷപ്പെടുത്തിയെടുത്ത് ദേഹി എന്നും, ദേഹി അല്ലെങ്കിൽ സോൾ എന്ന് പരിഭാഷപ്പെടുത്തിയെടുത്തുന്ന ആത്മാവെന്നും പരിഭാഷപ്പെടുത്തിയിരിക്കുന്നു. അത് പലപ്പോഴും ട്രാൻസ്ലേറ്റേഴ്സിന് ആ ഹീബ്രു ഇൻറ്റന്റ് വരെ ഉയരാനുള്ള കഴിവില്ലായിരുന്നു എന്നുള്ളതുകൊണ്ടാണ്. വേദപുസ്തകത്തിന്റെ ഒരു പ്രത്യേകത അതാണ്. ഗോഡ്സ് വേർഡ് ഈസ് പെർഫെക്റ്റ്. പെർഫെക്റ്റ്, മെറ്റിക്കുലസ് എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും അതിനകത്തില്ല. ഗോഡ്സ് വേർഡ് ഒരു തെറ്റും അതിനകത്തില്ല. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി പെർഫെക്റ്റ്. പക്ഷെങ്കിൽ ഇറ്റ് ഈസ് ഗിവൺ ത്രൂ ഹ്യൂമൻ ലാംഗ്വേജസ് ദാറ്റ് ആർ ഇംപെർഫെക്റ്റ്. പെർഫെക്റ്റ് എന്ന് പറയാൻ കഴിയുന്ന ഒരൊറ്റ ഭാഷയുണ്ടെങ്കിൽ അത് വിശുദ്ധ എബ്രായ ഭാഷയാണ്. ബാക്കി എല്ലാ ഭാഷകളും ഇംപെർഫെക്റ്റ് ആണ്. അത് പഠിച്ചിട്ട് മനുഷ്യൻ ദൈവത്തിന്റെ വചനം പഠിച്ചാൽ മതി എന്ന് ദൈവത്തിന് യാതൊരു നിർബന്ധമില്ല. അങ്ങനെ ആരോടും ദൈവം ശഠിക്കുന്നുമില്ല, ആരോടും. എന്നെപ്പോലുള്ള ചില ആളുകൾ, ഞങ്ങൾ ബേസിക്കലി എൻ്റെ ബേസിക് സബ്ജക്റ്റ് ഒന്ന് ലിംഗ്വിസ്റ്റിക്സ് ആണ്. എനിക്ക് നല്ല ഭാഷാബോധമുണ്ട്. അതുകൊണ്ടായിരിക്കും ദീർഘവർഷങ്ങൾ പഠിച്ചതും പഠിപ്പിച്ചതും ഭാഷയാണല്ലോ. അതുകൊണ്ടായിരിക്കും ദൈവം പറഞ്ഞത്, നീ എൻ്റെ ഭാഷ പഠിക്കുക. യു ഹാവ് ടു ഇന്റർപ്രറ്റ് ദ ബൈബിൾ ഫ്രം ദ ഹീബ്രു ഒറിജിനൽ. ഈ ഹീബ്രു ഒറിജിനലിൽ നിനക്ക് ബൈബിൾ പൊരുൾ തിരിച്ചു കൊടുക്കേണ്ടി വരും എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എന്നോട് പറഞ്ഞു. അതുകൊണ്ടായിരിക്കും. അങ്ങനെ ഒരുപാട് പേരുടെ ദൈവം പറഞ്ഞിട്ടുണ്ട്, ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല, തീർച്ചയായിട്ടും ഉണ്ട്. ഒരുപാട് പേര്, എൻ്റെ അധ്യാപകർ, എൻ്റെ ടെസ്റ്റ് മണി അങ്ങനെയാണല്ലോ. സോ ലെറ്റ്സ് കം ബാക്ക് ടു, അപ്പോൾ ഈ ഒറിജിനൽ ഹീബ്രു ലാംഗ്വേജ്, അതിൽ പറഞ്ഞിരിക്കുന്ന അർത്ഥം പൂർണ്ണമായി ഉൾക്കൊള്ളാൻ ഒരു പക്ഷേ ഒരു ട്രാൻസ്ലേറ്റർക്ക് കഴിഞ്ഞാൽ പോലും അത് അതുപോലെ നമുക്ക് പ്രകടമാക്കി തരുന്ന ഒരു ഭാഷ, ഒരു വേർഡ്, ഒരു ടെർമിനോളജി അതർ വെർനാക്കുലേഴ്സിൽ, മറ്റ് പ്രാദേശിക ഭാഷകളിലില്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ഈ ആത്മാവ് എന്ന് പറയേണ്ടത് ദേഹിയെന്നും, ദേഹി എന്ന് പറഞ്ഞിരിക്കുന്നത് ആത്മാവെന്നും പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കണ്ടെത്തുന്ന കൺക്ലൂഷൻ എന്തുവാ? ഇത് രണ്ടും ഒന്നൊന്നാണ്. ചില ആൾ എന്നെ പാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്, ചിലർ ബാബു സാർ എന്ന് വിളിക്കും, ചിലർ ബാബു പാസ്റ്ററും ചിലർ ബാബു സാർ എന്ന് വിളിക്കും.
നോക്കുമ്പോൾ രണ്ടും ഒരാൾ തന്നെയാണ്. അപ്പൊ പിന്നെ വ്യത്യാസമില്ല. ബാബു സാറെന്ന് വിളിച്ചാലും ബാബു പാഷ എന്ന് വിളിച്ചാലും ആളൊന്നു തന്നെയാണല്ലോ. ഇതുപോലെ ദേഹി എന്ന് പറഞ്ഞാൽ ആത്മാവെന്ന് പറഞ്ഞാൽ ഒരിടത്ത് ദേഹി എന്ന് പറഞ്ഞാൽ മറ്റൊരിടത്ത് ആത്മാവെന്ന് പറഞ്ഞിരിക്കുന്നു. തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുള്ളതായിട്ട് നമുക്കൊട്ടും മനസ്സിലാകുന്നുമില്ല. അപ്പൊ നമ്മൾ എന്ത് ചിന്തിക്കും? വെൽ, ഇനഫ് ഈസ് ഇനഫ്, ഇനഫ് ഈസ് ഇനഫ്, നോ പ്രോബ്ലം. നമുക്ക് അങ്ങനെ തന്നെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിക്കും. ഏതാ? ഇത് രണ്ടും ഒന്നാണ് എന്ന കൺക്ലൂഷൻ നമുക്ക് എത്താമെന്ന് ഒരുപാട് ആളുകളും ചിന്തിക്കും. വെൽ, ഞാൻ അതിനകത്ത് ആരെയും കുറ്റം പറയുന്നില്ല. അല്ലെ തന്നെ ആരെങ്കിലും കുറ്റം പറയാനല്ല ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാര്യം വളരെ പ്രധാനപ്പെട്ട ചില ആശയങ്ങൾ, ചില ഐഡിയാസ് നിങ്ങൾ എൻ്റെ കേൾവിക്കാരായ നിങ്ങളുടെ മനസ്സിൽ എത്തിക്കുന്നതിനാണ് ഞാൻ ഇത് ചെയ്യുന്നത്. ബൈബിൾ ടോക്സ് അബൌട്ട് ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ്. സോൾ ദേഹി എന്നും സ്പിരിറ്റ് ആത്മാവെന്നും ഈ രണ്ട് കാര്യത്തെ പറ്റി ബൈബിൾ പറയുന്നുണ്ട്. ബട്ട് വാട്ട് ഡസ് ദാറ്റ് റിയലി മീൻ? പക്ഷേ അത് ശരിക്കും എന്തുകൊണ്ടാണ് അർത്ഥമാക്കുന്നത്? അപ്പം അതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? വാട്ട്സ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദീസ് ടു? അപ്പൊ ഇത് നമ്മുടെ 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 വ്യക്തമായൊരു ധാരണയ്ക്ക് വേണ്ടി എൻ്റെ അറിവിൻ്റെ അതുപോലെ എൻ്റെക്ക് പറഞ്ഞു മനസ്സിലാക്കാൻ കഴിയുന്ന ആ കഴിവിൻ്റെ പരിധിക്കകത്ത് നിന്ന് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പം ദ തിങ് ഈസ്, ലെറ്റ്സ് സീ ഹൗ ദീസ് തിങ്സ് റിലേറ്റ് ടു ഗോഡ്. ദൈവവുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ കാര്യങ്ങൾ അങ്ങനെ തിരിച്ചറിയാൻ കഴിയും. കാരണം നമുക്കിതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ ബോഡി എന്നൊന്ന് ഡിഫൈൻ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. അതുപോലെ സോൾ അല്ലെങ്കിൽ ദേഹിയെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. സ്പിരിറ്റും ഡിഫൈൻ ചെയ്യാൻ പറ്റത്തില്ല. ബിക്കോസ് ദേ ആർ ബിയോണ്ട് അവർ കേപ്പബിലിറ്റി ഓഫ് ഡെഫിനേഷൻസ്. നമുക്ക് ഡെഫിനേഷൻസ് കൊടുക്കാൻ കഴിയുന്ന നമ്മുടെ കഴിവുണ്ടല്ലോ, ആ കഴിവിനപ്പുറമാണ് ഇത് നിലനിൽക്കുന്നത്. ഇറ്റ് ടച്ചസ് എ കോർ ഓഫ് ഹൂ യു ആർ ആൻഡ് ഹൂ യു ക്യാൻ ബിക്കം. രണ്ട് ചോദ്യങ്ങളാണ് അവിടെ നമ്മൾ അഡ്രസ് ചെയ്യുന്നത്. കാരണം നമ്മുടെ എൻറ്റിറ്റി, നമ്മുടെ അസ്തിത്വം എന്ന വിഷയമല്ലേ. ഒന്നാമത്തെ കാര്യം, നിങ്ങളാരാ? ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് എന്താകാൻ കഴിയും? ഹൂ യു ക്യാൻ ബിക്കം. നിങ്ങൾക്ക് എന്താകാൻ കഴിയും? ദ ബൈബിൾ ഈസ് എ ബുക്ക് ദാറ്റ് ഹസ് സ്പാൻഡ് ജനറേഷൻസ് ആൻഡ് കൾച്ചേഴ്സ്. ഒരുപാട് തലമുറകളും ഒരുപാട് സംസ്കാരങ്ങളിലുമായി പടർന്ന് വ്യാപിച്ചു കിടക്കുന്ന ഒരു ഗ്രന്ഥമാണ് വിശുദ്ധ വേദപുസ്തകം. ഇറ്റ് ഡിസ്ക്രൈബ്സ് ഹ്യൂമാനിറ്റി ആസ് എ കോംപ്ലക്സ് ബീയിങ്, എ കോമ്പിനേഷൻ ഓഫ് ബോഡി, സോൾ ആൻഡ് സ്പിരിറ്റ്. മനുഷ്യനെ ഒരു കോംപ്ലക്സ് ബീയിങ് ആയിട്ട്, വൈവിധ്യങ്ങളുടെ ഒരു ഏകത്ഭാവമായിട്ട് വൈവിധ്യങ്ങളെ ഏകീഭവിച്ചിരിക്കുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് വിശുദ്ധ വേദപുസ്തകം മനുഷ്യനെ കാണുന്നത്. ഏതാ? ശരീരം, ബോഡി, സോൾ, ദേഹി, സ്പിരിറ്റ്, ആത്മാവ്. ഇതൊക്കെ വൈവിധ്യമാർന്ന കാര്യങ്ങളാണ്. However, we often confuse the soul and the spirit. നമ്മുടെ പ്രോബ്ലം എന്താ? ഈ സോൾ അല്ലെങ്കിൽ ദേഹിയും സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവും തമ്മിൽ നമ്മൾ എപ്പോഴും കൺഫ്യൂസ് ചെയ്യും. അല്ലെങ്കിൽ ട്രീറ്റ് ദം ആസ് if they are the same. We treat them as if they are the same. അവ ഒന്ന് തന്നെയാണ് എന്ന് തോന്നുന്ന രീതിയിൽ നമ്മൾ അവരെ കൈകാര്യം ചെയ്യും. ടുഡേ I invite you to dive into one of the deepest truths of the scriptures. വിശുദ്ധ തിരുവെഴുത്തുകളിലെ ആഴമേറിയ ഒരു സത്യത്തിലേക്ക് നമ്മൾ ആഴ്ന്ന് ഇറങ്ങി ചെന്ന് പോകാൻ പോകും. എന്താണെന്നറിയാമോ? ദി ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ സോൾ ആൻഡ് യുവർ സ്പിരിറ്റ്. നിങ്ങളുടെ ദേഹിയും നിങ്ങളുടെ ആത്മാവും നമ്മുടെ വ്യത്യാസം എന്താണ്? വൈ ഈസ് ദിസ് ഇമ്പോർട്ടൻറ്റ്? വേറെ ഞാൻ ചോദിക്കും, സാറേ ഇതൊക്കെ അറിഞ്ഞിട്ടെൻ്റെ കാര്യമാണ്. കാരണം by understanding it, you will learn how your emotions and your spiritual purposes can influence every aspect of your life. ജീവിതത്തിന്റെ ഓരോ ഭാഗത്തെയും നിങ്ങളുടെ
സോൾ നിങ്ങളുടെ സ്പിരിറ്റ്, നിങ്ങളുടെ ദേഹി, നിങ്ങളുടെ ആത്മാവ് എങ്ങനെ സ്വാധീനിക്കുന്നു എന്നുള്ളത് ഇത് പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇമാജിൻ ദോസ് മൊമെന്റ്സ് when you feel lost or despite everything you experience a sense of peace. ചില സമയത്ത് നമ്മൾ അങ്ങ് ഭയങ്കര നിരാശരാകും, എല്ലാം കൈവിട്ടു പോയി എന്നൊരു ചിന്ത ചിലപ്പോൾ നമ്മളെ ഭരിച്ചു കളയും. എല്ലാം കൈവിട്ടു പോയി എന്നുള്ള ചിന്ത നമുക്കൊന്നും അറിയത്തില്ല, നമ്മൾ അവിടെ തളരുകയാണ്. ചില സമയത്ത് എല്ലാ സാഹചര്യവും പ്രതികൂലമായിരിക്കുമ്പോഴും ഒരു വല്ലാത്ത ഒരു സമാധാനം, എ പീസ് ദാറ്റ് യു കാൻ അണ്ടർസ്റ്റാൻഡ്, നമുക്ക് മനസ്സിലാകാൻ കഴിയാത്ത ഒരു സമാധാനം നമ്മളെ ഭരിക്കുന്ന നമുക്ക് തോന്നും. അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഡ്രൈവ്സ് ദീസ് എക്സ്പീരിയൻസസ് will help you connect more deeply with your essence. അപ്പോ അണ്ടർസ്റ്റാൻഡിങ് വാട്ട് ഡ്രൈവ്സ് ദീസ് എക്സ്പീരിയൻസ്, ഇത്തരം എക്സ്പീരിയൻസ്, ഇത്തരം അനുഭവങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്നുള്ളത് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ആഴമേറിയ അസ്തിത്വവുമായി ബന്ധപ്പെടുവാൻ നമുക്ക് കഴിയും. അവർ ഡീപ്പ് എസൻസ്, the deep essence of human beings, മനുഷ്യന്റെ ആഴമേറിയ അസ്തിത്വമായി മനുഷ്യനെ നമുക്ക് നമ്മളെ തന്നെ കണക്ട് ചെയ്യാൻ കഴിയും. നമ്മളെപ്പോട്ട് മാത്രമാണല്ലോ അല്ല, ആൻഡ് വിത്ത് ഗോഡ്, ദൈവമായിട്ട് നമുക്ക് നമ്മളെ തന്നെ കണക്ട് ചെയ്യാൻ കഴിയും. വാട്ട് ഈസ് എ സോൾ അക്കോർഡിംഗ് ടു ദ ബൈബിൾ? വിശുദ്ധ വേദവസ്തു പ്രകാരം സോൾ അല്ലെങ്കിൽ ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ്? That's the first question I am going to discuss with you. The soul, according to the Bible, is the center of your emotions, your mind and your will. ഒന്ന്, നമ്മുടെ വൈകാരികതകൾ, ഇമോഷൻസ്. രണ്ട്, നമ്മുടെ മൈൻഡ് അല്ലെങ്കിൽ മനസ്സ്. മൂന്ന്, നമ്മുടെ വില്ല്, നമ്മുടെ ഇച്ഛ. മൂന്ന് വാക്കുകൾ ഞാൻ പറഞ്ഞല്ലോ. ഒന്ന് ഇമോഷൻസ് അല്ലെങ്കിൽ വൈകാരികത, വികാരങ്ങൾ. രണ്ട്, നമ്മുടെ മൈൻഡ്, നമ്മുടെ മനസ്സ്. മൂന്ന്, അവർ വിൽ, നമ്മുടെ ഇച്ഛ. ഈ മൂന്ന് കാര്യങ്ങളെയും നമ്മുടെ ത്രികോണത്തിന്റെ മൂന്ന് ഭാഗങ്ങളായി കൊണ്ടുവെക്കാമെങ്കിൽ ആ കോമ്പിനേഷൻ, അതിന്റെ സെന്റർ പാർട്ടിനെ നമുക്ക് സോൾ അല്ലെങ്കിൽ ദേഹി എന്ന് പറയാവുന്നത്. ദേഹി എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊരു പറയട്ടെ. ഇറ്റ് ഈസ് എ സെന്റർ ഓഫ് അവർ ഇമോഷൻസ്, our mind and our will. നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ മൈൻഡ്, നമ്മുടെ വില്ല്, ഈ മൂന്നും ചേർന്ന ഒരു ത്രികോണം ഉണ്ടെങ്കിൽ അതിൻ്റെ സെന്ററാണ് നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ ദേഹി എന്ന് പറയുന്നത്. അപ്പം ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യത്തിൽ പറയുന്നത്, നിലത്തെ പൊടിയിൽ നിന്ന് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു, ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്തു? അവന്റെ മൂക്കിൽ ജീവശ്വാസം ഊതി അവൻ ജീവനുള്ള ഒരു ദേഹിയായി മാറി, എ ലിവിങ് ബീങ് ആയിട്ട് മാറി. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലായിക്കോണേ, ഈ എല്ലാ ജീവജാലങ്ങൾക്കും ഈ പറഞ്ഞ സോൾ അല്ലെങ്കിൽ ദേഹിയുണ്ട്. എന്താ തമ്മിലുള്ള മനുഷ്യന്റെ ദേഹിയും മറ്റുള്ളവരുടെ സോളും തമ്മിലുള്ള വ്യത്യാസം എന്താ? Our soul came directly from God, so it is elevated. നമ്മുടെ സോളിൽ നമുക്ക് ഇമോഷൻസ് ഉണ്ടെങ്കിൽ അത് മുഴുവൻ പ്രകടിപ്പിക്കാൻ നമുക്ക് ഭാഷയുണ്ട്. ദൈവത്തിനും ഭാഷയുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും സഹജമായ ഒരു ശബ്ദം കൊടുത്തിട്ടുണ്ട്. സിംഹത്തിനാണ് പട്ടിക്കാണ് ബാവു ബാവു, പൂച്ചയ്ക്കാണ് ഗ്യാവും ഗ്യാവും, കിളിക്കാണ്. അവർക്ക് സഹജ ഒരു ശബ്ദമല്ലാതെ രണ്ടാമത് ഒരു ശബ്ദം ആർക്കും കൊടുത്തിട്ടില്ല. ഇനി അത് വാക്കുകളായും വാക്കുകൾ ചേർന്ന വാചകങ്ങളായും അതിനെ അർത്ഥസമ്പൂഷ്ണമായും പ്രസന്റ് ചെയ്യാൻ ആർക്കും കഴിയത്തില്ല, മനുഷ്യന് മാത്രം. വേറെ ആരും കഴിയത്തില്ല. എന്തുകൊണ്ട്? ദൈവത്തിന്റെ സോളിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ.
വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് വേറെ ആർക്കുമില്ല. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദ ഹീബ്രു വേർഡ് ഫോർ ലിവിങ് ബീയിങ് ഈസ് നെഫഷ്. എല്ലാ ജീവജാലങ്ങളും, ജീവനുള്ള എല്ലാറ്റിനും നെഫഷ് അല്ലെങ്കിൽ സോൾ അല്ലെങ്കിൽ ദേഹി എന്നാ പറയുന്നത്. പട്ടിയായാലും പൂച്ചയായാലും മനുഷ്യനായാലും കാളയായാലും പോത്തായാലും എല്ലാത്തിനും നെഫഷാണ്, സോൾ. അതിനെന്താ പറയുന്നത്? ആത്മാവെന്നല്ല പറയുന്നത്, മറിച്ച് അതിനെ പറയുന്നത് ദേഹി എന്നാണ്. എല്ലാവർക്കും ഉണ്ട് ദേഹി, എല്ലാവർക്കും ഉണ്ട്, ഇല്ലാത്ത ആരുമില്ല. ദിസ് മീൻസ് ദ സോൾ ഈസ് ദി എസൻസ് ദാറ്റ് മേക്സ് യു അവെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഇമോഷൻസ്. നിങ്ങളെ പറ്റിയും നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വൈകാര്യതയെ പറ്റി നിങ്ങൾക്കൊരു ബോധ്യം തരുന്നതാണ് നിങ്ങളുടെ സോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹി എന്ന് പറയുന്നത്. അത് നിങ്ങളുടെ ബുദ്ധിമണ്ഡലമാണ്, നിങ്ങളുടെ വൈകാരികതയാണ്, നിങ്ങളുടെ മനസ്സാണ്, നിങ്ങളുടെ ഇച്ഛാശക്തിയാണത്. ദ സോൾ സ്റ്റിrs ഇൻ മൊമെന്റ്സ് ഓഫ് ഫിയർ. പെട്ടെന്ന് ഭയപ്പെട്ടു പോയാൽ നമ്മുടെ സോൾ, നമ്മുടെ ദേഹി നമ്മളിൽ വ്യാകുലപ്പെടും. റിജോയ്സസ് ഇൻ ഹാപ്പിനെസ്. സന്തോഷം വരുമ്പം ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കും, അതും ദേഹിയാണ്. ആൻഡ് ബെയർസ് ദ വെയിറ്റ് ഓഫ് ഡിഫിക്കൽട്ട് ഡിസിഷൻ. ബുദ്ധിമുട്ടേറിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോഴോ നമ്മുടെ പ്രാണൻ, നമ്മുടെ ദേഹി അങ്ങനെ ഞെരുങ്ങുന്നത് നമുക്കറിയാം. തിങ്ക് ഓഫ് എ ഡേ വെൻ യു ഫേസ്ഡ് എ ബിഗ് ഡിസിഷൻ. ഒരു വലിയ ഡിസിഷൻ എടുക്കേണ്ട ഒരു ദിവസം വരുന്നു. ഒരു ദിവസത്തെപ്പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. യുവർ സോൾ വാസ് സ്പീക്കിംഗ് ത്രൂ ഡൗട്ട്സ് ആൻഡ് ഇമോഷൻസ്. സംശയങ്ങളിൽ കൂടെ, വികാരങ്ങളിൽ കൂടെ നിങ്ങളുടെ ദേഹി ഇങ്ങനെ സംസാരിക്കും നിങ്ങളോട് തന്നെ. ഒന്നും നിങ്ങളോട് സംസാരിക്കും, അല്ല മറ്റുള്ളവരോട് സംസാരിക്കും. ഇത് നോക്കണേ, 42 സങ്കീർത്തനത്തിന്റെ 11 വാക്യത്തിൽ അവിടെ സങ്കീർത്തനക്കാരൻ പറയുന്നത്, it says, why are you downcast, O my soul, and why are you disturbed within me? ഇവിടെ വലിയ തെറ്റുണ്ട് കേട്ടോ. മലയാളത്തിൽ എൻ്റെ ആത്മാവേ നീ ഉള്ളിൽ വിഷാദിച്ച് ഞരങ്ങുന്നത് എന്ത്? അപ്പൊ വിഷാദം, ഞരക്കം, ഇതൊക്കെ ഫീലിങ്സ് അല്ലേ, ഇമോഷൻസ് അല്ലേ? ഇത് ആരുടെയാന്ന് പറയുന്നത്? സോളിൻ്റെയാണ്. പക്ഷെ മലയാളത്തിൽ എന്തുകൊണ്ടോ അത് പരിഭാഷപ്പെടുത്തിയപ്പോ അവരെന്തെഴുതി? എൻ്റെ ആത്മാവേ എന്നെഴുതി. അപ്പൊ കേൾക്കുന്നവർ എന്ത് വിചാരിക്കും? ഈ ആത്മാവിനാണ് ഇമോഷൻസ്. അല്ല, അവിടെ എൻ്റെ ദേഹിയെ നീ വിഷാദിച്ച് ഉള്ളിൽ ഞരങ്ങുന്നത് എന്ത് എന്നായിരുന്നു ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. ആത്മാവിന്റെ ഞരക്കം അല്ലത്, സോൾ അല്ലെങ്കിൽ ദേഹിയുടെ ഞരക്കമാണ്. ഹോപ്പ് ഇൻ ഗോഡ് ഫോർ ഐ ഷാൽ യെറ്റ് പ്രൈസ് ഹിം. ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, അവൻ എൻ്റെ പ്രകാശരക്ഷ, എൻ്റെ ദൈവം എന്നറിഞ്ഞ് ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. ഇത് ആരുടെ ഡ്യൂട്ടിയാ? ഡ്യൂട്ടി ഓഫ് ദ സോൾ. പക്ഷെ ട്രാൻസ്ലേറ്റർ എന്ത് ചെയ്തു? അതെടുത്ത് ആർക്ക് കൊടുത്തു? അതെടുത്ത് നേരെ സ്പിരിറ്റിന് കൊടുത്തു. എന്തുകൊണ്ട്? ട്രാൻസ്ലേറ്റർക്ക് ഇത് തമ്മിലുള്ള ഡിഫറൻസ് അത്ര വ്യക്തമായിട്ട് അറിയത്തില്ലായിരുന്നു. ദിസ് റിട്ടറിക്കൽ ക്വസ്റ്റ്യൻ ഷോസ് ഹൗ അവർ സോൾ ക്യാൻ ബി ഇൻ കോൺഫ്ലിക്ട്. പക്ഷെങ്കിൽ ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്, നമ്മുടെ സോൾ ഉണ്ടല്ലോ, നമ്മുടെ ദേഹി, അത് മാത്രം സംഘട്ടനങ്ങൾ കൂടെ കടന്നു പോകുന്നു. ഇറ്റ് ക്യാൻ ഗോ ത്രൂ കോൺഫ്ലിക്ട്സ്. അത് സംഘട്ടനങ്ങൾ കൂടെ കടന്നു പോകുന്നു എന്നുള്ളതാണ് അവിടെ വ്യക്തമാക്കുന്നത്. ബട്ട് ഇറ്റ് ക്യാൻ ഓൾസോ ഗൈഡ് us towards hope. പക്ഷേ നമ്മുടെ ഈ സോളിന്, നമ്മുടെ ഈ ദേഹിക്ക്, ഞാനതിനെ കുറെ കൂടെ ബുദ്ധിമണ്ഡലം എന്ന് പറയുമ്പോൾ ബുദ്ധി മാത്രമല്ല, ഇമോഷൻസ് ഉണ്ടല്ലോ, വിൽറ്റ് പവർ ഉണ്ടല്ലോ, ഇതെല്ലാം ഉണ്ട്. അതുകൊണ്ട് ഈ വേർഡ് നമുക്ക് അങ്ങ് ഫെമിലിയർ ആക്കാം. ഈ ദേഹി എന്നുള്ളത് ഇത് നമ്മളെ പ്രതീക്ഷയിലേക്ക് നയിക്കുന്നുണ്ട്. വാട്ട് ഈസ് എ സ്പിരിറ്റ് അക്കോർഡിംഗ് ടു ദ ബൈബിൾ? അങ്ങനെയാണെങ്കിൽ
ഇപ്പം ഞാൻ സോളിനെ പറ്റി മുഴുവൻ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് സ്പിരിറ്റ്, ആത്മാവ്, റുവാക്ക്. അത് വേദവസ്തു പ്രകാരം എന്തുമാണ് റുവാക്ക് എന്ന് പറയുന്നത്? അവിടെയാണ് നമ്മൾ വ്യത്യാസം മനസ്സിലാക്കേണ്ടത്. അപ്പം ഈ സോൾ ഇതാണെങ്കിൽ, ദേഹി ഇതാണെങ്കിൽ, മറിച്ച് സ്പിരിറ്റ് ഈസ് ദ പാർട്ട് ഓഫ് യു ദാറ്റ് കണക്ട്സ് ഡയറക്റ്റ്ലി വിത്ത് ഗോഡ്. നിങ്ങളെ ദൈവവുമായിട്ട് നേരിട്ട് ബന്ധപ്പെടുത്തുന്ന ആ ഭാഗത്തിനാണ് സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡയറക്ട്ലി കണക്ട്സ് യു. നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുക. ഏതുമായിട്ട്? ദൈവമായിട്ട്. ഇറ്റ് സീക്സ് ദ ഇറ്റേണൽ ആൻഡ് ദ ഡിവൈൻ. ഇറ്റേണലായ, അനന്തമായ, ഡിവൈൻ, ദിവ്യമായ കാര്യങ്ങളെ അന്വേഷിക്കുക. നമ്മുടെ അകത്തിരുന്ന ഒരാള് ഇറ്റേണലായ കാര്യങ്ങളെ പറ്റി, ഡിവൈൻ, ദിവ്യമായ കാര്യങ്ങളെ പറ്റി ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അയാളുടെ ചുമതലയാണിത്, നമ്മളെ ദൈവമായിട്ട് കണക്ട് ചെയ്യുക. എന്നിട്ട് ഇറ്റേണിറ്റിയെ പറ്റി അന്വേഷിക്കുക. ഡിവിനിറ്റി, ദിവ്യത്വത്തെ പറ്റി അന്വേഷിക്കുക. ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇയ്യോബിന്റെ പുസ്തകം 32 അധ്യായത്തിന് 8 വാക്യത്തിലൂടെ വായിക്കുന്നത്. There is a spirit in man. There is a spirit in man. മനുഷ്യന്റെ ഉള്ളിൽ ഒരാത്മാവുണ്ട്. And the breath of the Almighty gives him understanding. അപ്പം അത്യുന്നതന്റെ ശ്വാസം മനുഷ്യന്റെ ആത്മാവിന് അണ്ടർസ്റ്റാൻഡിങ്, തിരിച്ചറിവ് കൊടുക്കുന്നു. ഇതിനെ മനസ്സിലാക്കിക്കോണം. മനുഷ്യന്റെ ഉള്ളിൽ ആത്മാവുണ്ട്. അത്യുന്നതന്റെ ബ്രത്ത്, ശ്വാസം മനുഷ്യന്റെ ആത്മാവിന് കാര്യങ്ങൾ പൊരുൾ തിരിച്ച്, തെറ്റെന്തുവാ ശരിയെന്താന്ന്, നല്ലതെന്തുവാ ചീത്ത എന്താന്ന്, ദൈവം എന്തുവാ പിശാച് എന്താന്ന്, സ്വർഗം എന്തുവാ നരകം എന്തുവാന്ന്, നന്മ എന്താ തിന്മ എന്താണെന്ന്, ഇരുളെന്താണ് വെളിച്ചം എന്താണെന്ന് പൊരുൾ തിരിച്ചെപ്പോഴും കൊടുത്തുകൊണ്ടിരിക്കും. മനുഷ്യന്റെ അകത്തുള്ള ആത്മാവിന് ദൈവം. This passage illustrates that the human spirit is a divine spark. അപ്പോൾ ഹ്യൂമൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരു ഡിവൈൻ സ്പാർക്കാണ്, that enables you to discern and understand the things of God. ദൈവവിഷയമായ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നതിന് അത് നിങ്ങളെ സഹായിക്കുന്നു. The spirit does not just search for the meaning of life. അപ്പം സ്പിരിറ്റ്, ജീവിതത്തിന്റെ അർത്ഥം എന്താണ് എന്ന് അന്വേഷിക്കുക. അത് മാത്രമല്ല, does not just search for the meaning of life. ഈ ജീവിതത്തിന്റെ അർത്ഥം എന്താണ്, ഈ ജീവന്റെ അർത്ഥം എന്താണ്, അത് അന്വേഷിക്കുന്നതാണ് നമ്മിലെ ആത്മാവ്. അത് മാത്രമല്ല, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദ റെലം ഓഫ് ദ ട്രാൻസെൻഡന്റ് എന്ന് പറഞ്ഞാൽ ഈ ഭൂമിക്ക്, ഈ ലോകത്തിന് ഉപരിയായ വേറൊരു ലോകമുണ്ട്. അത് ട്രാൻസെൻഡന്റലിസം എന്ന് പറയുന്നത്, ട്രാൻസെൻഡന്റ്. അപ്പം ഈ ഭൂമിക്ക് അപ്പുറമായ, ഈ ഭൗതികതയ്ക്ക് അപ്പുറമായ, ഇതിനുപരിയായ മറ്റൊരു ലോകത്തെ കാര്യങ്ങളെപ്പറ്റി അത് അന്വേഷിക്കുകയും, ഇറ്റ് ഓപ്പറേറ്റ്സ് ഇൻ ദ റെലം ഓഫ് ദ ട്രാൻസെൻഡന്റ്. ആ ട്രാൻസെൻഡന്റ് റെലമിൽ അവിടെയാണ് ആത്മാവ് പ്രവർത്തിക്കുന്നത്. ഈവൻ ഇൻ മൊമെന്റ്സ് ഓഫ് അപ്പാരന്റ് ട്രാങ്ക്വിലിറ്റി. ചിലപ്പോൾ വി ലിവ് ഇൻ മൊമെന്റ്സ് ഓഫ് ട്രാങ്ക്വിലിറ്റി, ഭയങ്കര ഏകാന്തതയിൽ, അതിതീവ്രമായ ഏകാന്തതയിൽ ആയിരിക്കുന്ന ചില നിമിഷങ്ങളിൽ നമ്മുടെ ആത്മാവ് ഈ ട്രാൻസെൻഡന്റുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞു. ചിലപ്പോൾ നമുക്ക് ഇവിടുകൊണ്ടൊരു ബന്ധമില്ലെന്ന് പോലും നമുക്ക് തോന്നിപ്പോവും. വി ആർ ഇൻ അനദർ വേൾഡ്. അപ്പൊ അവിടേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത് ഈ ആത്മാവാണ്. ഇറ്റ് ലോങ്സ് ഫോർ എ ഡീപ് കണക്ഷൻ. ആഴമേറിയ ചില കണക്ഷൻസിന് വേണ്ടി അതിങ്ങനെ ആകാംക്ഷയോട്ടിരിക്കുകയാണ്. ആസ്കിങ് ക്വസ്റ്റ്യൻസ് ലൈക്ക്, why am I here? And what is my purpose? ഞാൻ എന്തിനാ ലോകത്ത് ജീവിക്കുന്നത്?
എന്നെപ്പറ്റിയുള്ള ഉദ്ദേശം എന്താണ്? ഇതൊക്കെ അന്വേഷിക്കുന്ന ഉത്തരവാദിത്വം മനുഷ്യന്റെ ആത്മാവിൻ്റെയാണ്. ഇനി നമുക്ക് എക്ലീസിയാസ്റ്റസ് എന്നൊരു പുസ്തകമുണ്ട്, സഭാപ്രസംഗം എന്ന് പറയും. അതിൻ്റെ 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നോക്കട്ടെ, ഞാൻ എനിക്കൊന്ന് പറഞ്ഞുതരാൻ പറ്റും. യെസ്, എക്ലീസിയാസ്റ്റസ് 12-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കും, ജ്ഞാനിയായ ശലോമോൻ എഴുതിയതാണ്. യെസ്, ഭൂമി പൊടി പണ്ടായിരുന്നത് പോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും. അപ്പോൾ എൻ്റെ ശരീരത്തിന്റെ ഭാഗമാകുന്നതിന് മുൻപ് ഈ മണ്ണ് എന്തായിരുന്നു, അതുപോലെ തിരിച്ചങ്ങ് പോകും. ഈ ശരീരത്തിനകത്ത് ആത്മാവ് നൽകിയ ദൈവമുണ്ടല്ലോ, അതാണ് അതിൻ്റെ മിസ്റ്ററി എന്ന് പറയുന്നത്, ഇതിൻ്റെ മിസ്റ്റീരിയസ് പാർട്ട്. 139-ാം സങ്കീർത്തനം നമ്മൾ സൂക്ഷ്മമായി വായിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. ഇവിടെ പറയുന്നത്, ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല. ഭയങ്കരവും അതിശയകരമായി നീ എന്നെ സൃഷ്ടിച്ചിരിക്കുന്നു. ഭയങ്കരവും അതിശയം, ദാറ്റ് മീൻസ് ദിസ് ഈസ് അബ്സല്യൂട്ട്ലി ടെറിഫിക്, വണ്ടർഫുൾ. അങ്ങനെ എന്നെ സൃഷ്ടിച്ചത്. ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു. നിയമിക്കപ്പെട്ട നാൾ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിന്റെ പുസ്തകത്തിൽ എഴുതി. അപ്പൊ നോക്കിക്കോണേ, അത് ഈ 3 ടയർ കോമ്പിനേഷനിലൂടെ മനുഷ്യനെ ദൈവം മനുഷ്യന്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ഫോം ചെയ്യുന്നതിനെ പറ്റി സങ്കീർത്തനക്കാരൻ പറയുകയാണ്. ഭയങ്കരം അതിശയകരമായി എന്ന് പറയുമ്പം രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെട്ടു, ഭൂമിയുടെ അധോഭാഗങ്ങൾ നിർമ്മിക്കപ്പെട്ടു. അപ്പം റിയൽ മാൻ്റെ മാനുഫാക്ചർ, ദി മാനുഫാക്ചറിങ് ഓഫ് ദ റിയൽ മാൻ takes place in another world. It takes place in another world. I don't know what it is. എങ്ങനെയാണ് ഈ 3 ടയർ കോമ്പിനേഷൻ ഒരു അമ്മയുടെ അകത്ത് നിലവിൽ വരുന്നത് എനിക്കറിയത്തില്ല. ഭയങ്കരം അതിശയകരമായി എന്നെ സൃഷ്ടിച്ചിരിക്കുക. അപ്പം ഞാൻ പിണ്ഡാകാരമായിരുന്നപ്പോൾ, when I was just a fetus, അന്ന് അങ്ങയുടെ കണ്ണെന്നെ കണ്ടതാണ്. നിയമിക്കപ്പെട്ട നാളുകളിൽ, പറഞ്ഞിട്ട് ഒരു മനുഷ്യനായി തീരണമെന്ന് എന്നെ പറ്റിയുള്ള ഡിസിഷൻ എടുത്ത നാളുകളിൽ ഒന്നുമില്ലാതിരുന്നു ഞാൻ ഇതൊന്നുമില്ല എന്ന്, അവയെല്ലാം അങ്ങയുടെ പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു. ദൈവമേ, അങ്ങയുടെ വിചാരങ്ങൾ എനിക്ക് എത്ര ഘനമായവ, അവയുടെ ആകത്തുകയും എത്ര വലുത്. സോ how marvelous were, how unending, uncountable were your thoughts concerning me. എന്നെ പറ്റിയുള്ള അങ്ങയുടെ വിചാരങ്ങൾ അവയൊന്ന് എണ്ണം നോക്കിയാൽ മണലിനേക്കാൾ അധികം എന്നാണ്. നോക്കി. സോ എക്ലീസിയാസ്റ്റസ് പറയുന്നത്, മണ്ണങ്ങ് തിരിച്ചു പോകും, ആത്മാവ് അതിനെ തന്ന ദൈവത്തിങ്കിലേക്ക് തിരികെ പോകും. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, ആത്മാവെന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് വന്നതും ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ടതുമാണ്. ദൈവത്തിലേക്ക് തിരിച്ചു പോകേണ്ടതാണ് കേട്ടോ. അപ്പം അതവിടെ വളരെ വ്യക്തമാകുകയാണ്. ദിസ് എംഫസൈസ് ദാറ്റ് ദി സ്പിരിറ്റ് ഹാസ് എ ഡിവൈൻ ഒറിജിൻ ആൻഡ് ഡെസ്റ്റിനി. അപ്പൊ സ്പിരിറ്റിന് ഒരു ഡിവൈൻ ഒറിജിൻ ഉണ്ട്. അതിൻ്റെ ഒറിജിൻ, പ്രാരംഭം എന്ന് പറയുന്നത് ദിവ്യമാണ്. അതിൻ്റെ ഡെസ്റ്റിനി, അതിൽ അവസാനിക്കേണ്ടതും അത് ദൈവത്തിലാണ്. ഹൗ ഡു ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ് ഡിഫർ? അപ്പൊ നിങ്ങൾ ചോദിച്ചേക്കും, അങ്ങനെയാണ് ഈ സോളും സ്പിരിറ്റും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തായാലും നമ്മുടെ വ്യത്യാസം? ഹൗ എക്സാക്ട്ലി ഡു ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ് ഡിഫർ? ഹൗ എക്സാക്ട്ലി ഡു ദ സോൾ ആൻഡ് ദ സ്പിരിറ്റ് ഡിഫർ? ഈ ദേഹിയും
ഈ ആത്മാവും തമ്മിൽ കൃത്യമായിട്ട് എങ്ങനെ വ്യത്യസ്തമായിരിക്കുന്നത്? ആ വ്യത്യസ്തമായി മനസ്സിലാക്കിയിരിക്കുന്നത് എബ്രാഹിം ലേഖനം 4-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതായി ഇരുവായ്ത്തലുള്ള ഏതു വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിമഞ്ചകളെയും വേർവിടുവിക്കുന്നവരെ തുളച്ചു കടക്കുന്നതാ. പിയേഴ്സിങ് ഈവൻ ടു ദ ഡിവൈഡിങ് അസെൻഡർ. 3 പാർട്ടുമുണ്ട് മനുഷ്യന്. എങ്ങനെ? പ്രാണൻ എന്ന് പറയുന്നത് സോള്, ആത്മാവെന്ന് പറയുന്നത് സ്പിരിറ്റ്, ബോഡി എന്ന് പറയുന്ന ശരീരം. ഇതിനെ മൂന്ന് ഭാഗമാക്കി മാറ്റി ഓപ്പറേറ്റ് ചെയ്യാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയുന്നു. അപ്പോൾ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്, ഇരുവായത്തിലുള്ള ഏതു വാളിനേക്കാളും മൂർച്ചയേറിയതാണ്. പ്രാണൻ, ആത്മാവ്, സന്ധിമഞ്ചകൾ. സന്ധിമഞ്ചകൾ എന്ന് പറയുന്നത് ഏതാണ്? ബോഡി. ഈ മൂന്നിനെയും 3 ഭാഗത്തേക്ക് മാറ്റി ചികിത്സിക്കാൻ കഴിയുന്ന, അല്ലെ ഡിസേൺ ചെയ്യാൻ കഴിയുന്ന, ഡിവൈഡിങ്, പിയേഴ്സിങ് ഈവൻ ടു ദ ഡിവൈഡിങ് അസെൻഡർ. 3 ഭാഗത്തേക്ക് മാറ്റി അതിനെ പിയേഴ്സ് ചെയ്യുന്ന പവറാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. Then and discerner of the thoughts and intents of the heart. ഇനി വേറൊരു കാര്യം, ഹൃദയം. അത് ഞാൻ പറയാൻ മറന്നുപോയി. ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിച്ചു. അത് വേറൊരു വേർഡാണ് കേട്ടോ, ഞാൻ പറയാൻ മറന്നുപോയി. ഐ എം സോറി. ഈ ഹൃദയം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് ഈ ബ്ലഡ് പമ്പിങ് മെഷീൻ, ദാറ്റ് പമ്പ്, അല്ലേ, ദാറ്റ് ഈസ് പമ്പിങ് ബ്ലഡ്. അത് അതിൻ്റെ ബയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഒരു തെറ്റും അതിനകത്തില്ല. പക്ഷെങ്കിൽ സോൾ അല്ലെങ്കിൽ ദേഹി എന്നുള്ളതിന് ഒരു സിനോണിമായിട്ടാണ്, അതിൻ്റെ വേറൊരു പദമായിട്ടാണ് ബൈബിളിൽ ഹാർട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. സോൾ അല്ലെങ്കിൽ ദേഹി എന്നുള്ളതിന് പകരം ഉപയോഗിക്കുന്ന ഒരു വേർഡാണ് ഹാർട്ട്. ദിസ് പാസേജ് നോട്ട് ഓൺലി ഷോസ് they are different, but also that God's word can distinguish between them. ഇത് മൂന്നാണ് എന്ന് മാത്രമല്ല, ഇത് മൂന്നിനെയും ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ, തിരിച്ചറിയാൻ, വേറിട്ടറിയാൻ ദൈവത്തിന്റെ വചനത്തിന് കഴിയും. അപ്പൊ ദൈവത്തിന്റെ വചനം ഉള്ളിലുള്ള ഒരാൾക്ക്, ദൈവത്തിന്റെ വചനം പഠിക്കുന്ന ഒരാൾക്ക് ഈ മൂന്നും എന്താണ് തിരിച്ചറിയാൻ കഴിയുന്നത്. The soul focuses on your emotions and your identity in the world. ഈ ലോകത്തിൽ നിങ്ങളുടെ ഐഡന്റിറ്റി, നിങ്ങളുടെ വ്യക്തിത്വം, നിങ്ങളുടെ ഇമോഷൻസ്, നിങ്ങളുടെ വൈകാരികത, ഇതിനെയൊക്കെ ഫോക്കസ് ചെയ്യുന്നതാണ്, അതിനെയൊക്കെ ലക്ഷ്യമാക്കിയിരിക്കുന്നതാണ്, അതിലൊക്കെ കേന്ദ്രീകരിച്ചിരിക്കുന്നതാണ് നമ്മുടെ സോൾ എന്ന് പറയുന്നത്. ഇറ്റ് റിയാക്ട്സ് ടു ലവ്, സാഡ്നെസ്, ആങ്കർ ആൻഡ് ജോയ്. സ്നേഹത്തോട്, ദുഃഖത്തോട്, ക്രോധത്തോട്, സന്തോഷത്തോടെ, ഈ ഫീലിങ്സിനോടെല്ലാം അത് റിയാക്ട് ചെയ്യും. ഏത്? നമ്മുടെ സോൾ, അതായത് നമ്മുടെ ദേഹി. ദ സ്പിരിറ്റ് ഇൻ കോൺട്രാസ്റ്റ് ഈസ് സെന്റേർഡ് ഓൺ എറ്റേണൽ ട്രൂത്ത്. സ്പിരിറ്റ് നിത്യമായ അനന്തമായ സത്യങ്ങളിലാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഡയറക്റ്റ് കമ്മ്യൂണിക്കേഷൻ വിത്ത് ഗോഡ്, ദൈവവുമായിട്ട് നേരിട്ട് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്. A perfect example of the interaction between the soul and the spirit is Jesus in Gethsemane in Matthew 26:38. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായത്തിന്റെ 38-ാം വാക്യത്തിൽ നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഗെത്സമനായിൽ പറയുമ്പോൾ, എൻ്റെ ഉള്ളം, മൈ സോൾ, അത് വ്യസനിക്കുന്ന പറയുക. വ്യസനിക്കുന്ന ആരാണ്? ദേഹി. Jesus says, my soul is exceedingly sorrowful even to death. മരിക്കുന്നത് പോലെ ഞാൻ പ്രാണവേദനയിലായി. എവിടെയാണ് അത് അനുഭവിക്കുന്നത്? സോളിൽ, ദേഹിയിൽ. ഇതിന്റെ അർത്ഥം
ഹിസ് ഇമോഷണൽ സ്ട്രഗിൾസ് ആണ്, വൈകാരികമായ സംഘട്ടനങ്ങളാണ് അർത്ഥമാക്കുന്നത്. പക്ഷെ ലൂക്കോസിന്റെ വിശേഷം 23-ാം അധ്യായത്തിന്റെ 46-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, കർത്താവ് ക്രൂശിൽ കിടന്ന് പറയുന്നു, ഫാദർ, into your hands I commit my spirit. പിതാവേ, അവിടുത്തെ കരങ്ങളിലേക്ക് ഞാൻ എൻ്റെ ആത്മാവിനെ ഭരമേൽപ്പിക്കുന്നു. അപ്പൊ ഇത് കർത്താവിന്റെ പൂർണ്ണ ആത്മാവ്, കംപ്ലീറ്റ് സ്പിരിറ്റ് എന്ന അർത്ഥമാണ്. സ്പിരിച്വൽ സറണ്ടർ ടു ഗോഡ്സ് വിൽ, ദൈവത്തിന്റെ ഹിതത്തിനുള്ള പൂർണ്ണമായ ആത്മാവിന്റെ സമർപ്പണം. The soul experiences human emotions. മനുഷ്യന്റെ ഇമോഷൻസ്, വൈകാരികതയെ മനുഷ്യന്റെ ദേഹി സോൾ അത് മനസ്സിലാക്കുമ്പോൾ, well, the spirit acts in obedience and connection with the Father. Father means heavenly Father. സ്വർഗീയ പിതാവുമായിട്ടുള്ള അനുസരണത്തിൽ, സ്വർഗീയ പിതാവുമായിട്ടുള്ള ബന്ധത്തിൽ കാര്യങ്ങളെ ഗ്രഹിക്കുകയാണ് മനുഷ്യന്റെ ആത്മാവ് ചെയ്യുന്നത്. ഈ ഒരു ബാലൻസ് ഉണ്ടല്ലോ, ഇറ്റ് റെപ്രസെന്റ്സ് ദ ബാറ്റിൽ ബിറ്റ്വീൻ വാട്ട് ഫീൽസ് ആൻഡ് വാട്ട് വി നോ. അപ്പൊ ഇത് വാട്ട് വി ഫീൽ ആൻഡ് വാട്ട് വി നോ, നമ്മൾ ഫീൽ ചെയ്യുന്ന ഇമോഷൻസ് ആണ്. വി നോ ഗോഡ് ദ ഫാദർ ഇൻ ഹെവൻ. കണ്ടോ? അപ്പൊ നമ്മുടെ ഇമോഷൻസിൽ, സോളിൽ നമ്മൾ ഫീൽ ചെയ്യുന്നു, വൈകാരികത ഫീൽ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ആത്മാവിൽ പിതാവുണ്ടെന്നും ആ പിതാവിനോട് കണക്ട് ചെയ്യണമെന്നും ആത്മാവിൽ അറിയുന്നു. To be right, how does this understanding affect your daily life? അപ്പം നമ്മുടെ ഡെയിലി ലൈഫിനെ ഈ അറിവ് എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്? ഫസ്റ്റ്, recognize that your soul and your spirit have different needs. ആദ്യം മനസ്സിലാക്കേണ്ടത് നമ്മുടെ സോളിന്റെ നീഡ്സും നമ്മുടെ സ്പിരിറ്റിന്റെ നീഡ്സും ഡിഫറെന്റ് ആണ്. അപ്പൊ സോളിന് എന്താ വേണ്ടത്? ഇമോഷണൽ കെയർ ആ വേണ്ടത്. ഇമോഷണൽ കെയർ ആണ് സോളിന് വേണ്ടത്. ഇനി അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഹീലിംഗ് യുവർ സ്പിരിറ്റ് നീഡ്സ് സ്പിരിച്വൽ നറിഷ്മെന്റ്. ആത്മാവിന് വേണ്ടത് സ്പിരിച്വൽ നറിഷ്മെന്റ് ആണ്. അതെന്തൊക്കെയാണ്? പ്രാർത്ഥന, വിശുദ്ധ വേദപുസ്തകം വായിക്കുക, വേദപുസ്തകം ധ്യാനിക്കുക എന്നുള്ളതാണ്. അപ്പം ക്രൈസിസ് വരുമ്പം your soul might scream with fear and despair. നമ്മുടെ പ്രാണൻ വലിയ വിഷാദത്തിലായിട്ട് നമ്മൾ അലറി വിളിക്കുകയും പൊട്ടിക്കരയുകയും നിരാശയിലാവുക ചെയ്യും. അത് നമ്മുടെ സോളാണ്. But your spirit can seek peace and hope in God. ഇതേ സമയത്ത് നമ്മുടെ സ്പിരിറ്റിനെ ആക്ടിവേറ്റ് ചെയ്താൽ സ്പിരിറ്റ് എന്ത് ചെയ്യും? ദൈവവുമായിട്ട് നമ്മളെ കണക്ട് ചെയ്തിട്ട് സമാധാനവും പ്രത്യാശയും നമ്മുടെ ഹൃദയത്തിൽ വരും. The key is to nurture both aspects. അപ്പൊ നമ്മൾ ഇതിൽ ഏതിനെയാണ് നമ്മൾ നർച്ചർ ചെയ്യേണ്ടത്? രണ്ടും ഒരുപോലെ നർച്ചർ ചെയ്യണം. How to nurture your soul and spirit. ഈ സോളിനെയും സ്പിരിറ്റിനെയും ഒരുപോലെ നമ്മൾ താലോലിക്കേണ്ടതാണ്. How to nurture your soul and your spirit. ഇത് രണ്ടും ഒരുപോലെ കൊണ്ടുപോകേണ്ടതാണ്, രണ്ടും ഒരേ രീതി കൊണ്ടുപോകേണ്ടതാണ്. And making care of my spirit as much as I care of my soul. ഞാൻ എൻ്റെ സോളിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, എൻ്റെ സോളിന് എന്തുമാത്രം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അത്രയും പ്രാധാന്യം തന്നെ, തുല്യ പ്രാധാന്യം എൻ്റെ സ്പിരിറ്റിനും കൊടുക്കണം. Don't worry, here are some powerful tips to nurture both. അങ്ങനെയാണെങ്കിൽ ഈ രണ്ടിനെ ഒരുപോലെ നർച്ചർ ചെയ്യാൻ നമ്മുടെ സോൾ അല്ലെങ്കിൽ നമ്മുടെ പ്രാണൻ അല്ലെ, അതിനെയും നമ്മുടെ ആത്മാവ് അല്ലെ, അപ്പൊ ദേഹി ആത്മാവ്, ഇത് രണ്ടിനെ ഒരുപോലെ നർച്ചർ ചെയ്യാൻ നമുക്ക് എങ്ങനെയാണ് കഴിയുക കേട്ടോ? അപ്പം സോളിന് വേണ്ടി നമ്മൾ എന്താ പ്രാക്ടീസ് ചെയ്യുന്നത്? റിഫ്ലക്ഷൻസ്, ടോക്കിംഗ് വിത്ത് ക്ലോസ് ഫ്രണ്ട്സ് ആൻഡ് എക്സ്പ്രസിങ് യുവർ ഇമോഷൻസ്. ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുക നമ്മൾ തന്നെ വേറൊരാളുമായിട്ട്. അതാണ് സോളിന് ഏറ്റവും ആവശ്യമായ കാര്യം. ഇതിനാണ് പലപ്പോഴും നമ്മൾ സ്റ്റഡി, റീഡിങ്, അണ്ടർസ്റ്റാൻഡിങ്, എഡ്യൂക്കേഷൻ, ഇതെല്ലാം നമ്മുടെ സോളിനെയാണ് സ്ട്രെങ്തൻ ചെയ്യുന്നതെങ്കിൽ സ്പിരിറ്റോ അതിനു വേണ്ടിയത്
ഡിസിപ്ലിൻസ് ലൈക്ക് മെഡിറ്റേഷൻ ഓൺ സ്ക്രിപ്ചർ. ഒന്ന്, വിശുദ്ധ തിരുവെഴുത്തുകൾ വായിച്ച് ധ്യാനിക്കുക. 2, ഡീപ് പ്രയർ, ആഴമേറിയ പ്രാർത്ഥന. 3, വേർഷിപ്പ്, ദൈവത്തെ ആരാധിക്കുക. ഇതാണ് ആർക്ക് വേണ്ടിയത്? ആത്മാവിന് വേണ്ടിയത്. കണക്ട് യു വിത്ത് ഗോഡ്. നിങ്ങളെ തന്നെ ദൈവമായിട്ട് കണക്ട് ചെയ്യുക. സ്റ്റാർട്ടിങ് എ ഡേ വിത്ത് എ മൊമെന്റ് ഓഫ് സൈലൻസ് ആൻഡ് പ്രയർ. നിശബ്ദമായി ദൈവസന്നിധിയിലിരുന്ന് പ്രാർത്ഥിച്ച് നിങ്ങളെ ദൈവമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ ഒരു ഡേ ആരംഭിക്കുക. നോട്ട് ഓൺലി കാംസ് യുവർ സോൾ ബട്ട് ഓൾസോ സ്ട്രെങ്തൻ യുവർ സ്പിരിറ്റ് ടു ഫേസ് ചലഞ്ചസ്. അവിടെ സംഭവിക്കുന്നത് നമ്മുടെ സോൾ, നമ്മുടെ ദേഹിയെ നമ്മൾ കാം ഡൗൺ ചെയ്യുന്നു. പിന്നെന്ത് ചെയ്യുന്നു? സ്ട്രെങ്തൻ യുവർ സ്പിരിറ്റ്. നിങ്ങളുടെ സ്പിരിറ്റ് നിങ്ങൾ സ്ട്രെങ്തൻ ചെയ്യുന്നു. എന്തിന്? ചലഞ്ചസ്, വെല്ലുവിളികൾ ഫേസ് ചെയ്യുന്നതിന് വേണ്ടി. കമ്പൈനിങ് ബോത്ത് will help you live a fuller life in communion with God. ഈ രണ്ടും നമ്മൾ ഒരുപോലെ ശരിയായ രീതിയിൽ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ, ഏതാ? സോളിന്റെ നീഡ്സ്, ദേഹിയുടെ ആവശ്യങ്ങൾ, നീഡ് ഓഫ് ദ സ്പിരിറ്റ്, ആത്മാവിന്റെ ആവശ്യങ്ങൾ. ഇത് രണ്ടും നമ്മൾ ഒരുപോലെ കമ്പൈൻ ചെയ്ത് കൊണ്ടുപോകാമെങ്കിൽ then we do have a successful Christian life. സക്സസ്ഫുൾ ആയ ഒരു ക്രിസ്ത്യൻ ലൈഫ് നയിക്കുവാൻ നമുക്കിടയാകും. ദൈവം നിങ്ങളെ ഈ അറിവ് കൊണ്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ഇതിനെപ്പറ്റി സംശയങ്ങളുണ്ടെങ്കിൽ, ഒരു ഫർദർ എക്സ്പ്ലനേഷൻ വേണമെങ്കിൽ ഈ വീഡിയോയുടെ താഴെ വന്ന് കമൻ്റ് ഇടുകയോ ഇവിടെ കൊടുത്തിരിക്കുന്ന എൻ്റെ പേഴ്സണൽ ടെലിഫോൺ നമ്പറിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് വിളിച്ച് എന്നെ കോൺടാക്ട് ചെയ്തതാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. ബൈ.